പീതാംബരൻ സാറേ ഇവര് പ്രാന്താണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് ചെയ്യാണ്ടെന്നൊന്നുമില്ല. ഞങ്ങളുടെ അമ്മേരെ വീട്ടിൽ നമ്മൾ സ്ഥിരം വൈകുന്നേരം ആകുമ്പോൾ പണ്ട് നല്ല എല്ലാ സൺഡേസും വന്നിട്ട് ഇവിടെ ഒരു പാടത്ത് കാണാൻ പോകുന്നത്. നല്ല സൂപ്പർ പാടാണ്. അപ്പോൾ ഒരു അന്തവും ഒന്നുമില്ലാത്ത വ്ളോഗാണ്. പാടമൊക്കെ കണ്ട് ചെറിയ വിശേഷങ്ങൾ ഈ വൈകുന്നേരമൊക്കെ അവിടെ വന്നിരിക്കുക നല്ല സൂപ്പറാട്ടോ. നേരെ പോണതേ അറിയില്ല. സൺസെറ്റൊക്കെ ഉണ്ടെങ്കിൽ കിടുവാണ്. പക്ഷെ ഇപ്പോൾ ഒരു മഴക്കാര് പോലെയൊക്കെ ഉണ്ട്, എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ അതെ എൻ്റെ മേമയുടെ അനീതി ശ്രേയൻ്റെ കൂടെ ഉണ്ട്. വേറൊരു വാങ്ങരപ്പടമൊക്കെ ഉണ്ട്. കമോൺ മഹേഷ് ഇത് കട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേര് പോണേ, പിന്നെ ബാക്കിയുള്ളവരൊക്കെ വീട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഓക്കെ കമോൺ. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ക്രിസ്മസ് ആകുമ്പോൾ നല്ല സൂപ്പർ എന്താ പറയാ, എന്നിട്ട് ക്രിബാ നല്ല അടിപൊളി ക്രിബുകൾ, വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കാറ്. ഈ ഭാഗത്തുണ്ടല്ലോ മൊത്തം ഇങ്ങനത്തെ മുളയാണ്. ഒരു ഭാഗത്ത് ഫുള്ള് നല്ല മുളകളൊക്കെ ഉണ്ടാവാറില്ല. പക്ഷെ എത്രയോ കണ്ട് 18 കൊല്ലം കഴിഞ്ഞാലാ മുളയങ്ങാണ്ട് വാടിപ്പൂവല്ലേ എന്ത് തേങ്ങയാണ് പറയുന്നേ? പൂത്ത് കഴിഞ്ഞാൽ പൂവില്ലേ. ഇനി ഇങ്ങടെ വരുമ്പോ ഭയങ്കര ഇഷ്ടം. സ്രായിക്ക് നാണാന്ന് പറഞ്ഞിട്ട് സ്രായന്റെ കൂടെ വരുന്നില്ല. അതേ അവിടെ എടി നമ്മള് പണ്ട് ഈ മതില് ചാടിയിട്ടുണ്ട്. ഓർമ്മയുണ്ടാ? ഈ മതില് ചാടിയിട്ടുണ്ട്. അതായത് അവിടെ ഒരു പാടമുണ്ട്. അപ്പൊ ആ പാടത്തിൽ നിന്ന് കുറച്ച് ഫ്രീക്കന്മാരിങ്ങനെ വണ്ടി ഓടിച്ച് വരാനിട്ട്. അപ്പൊ നമ്മളിങ്ങനെ നൈസായിട്ട് പണ്ട് പോയിട്ട് ലൈനൊക്കെ അടിച്ചിട്ട് വന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ടല്ല അവര് നമ്മുടെ പിന്നാലെ വന്നു. അപ്പൊ പിന്നെ നമുക്ക് മുങ്ങാൻ വേറെ സ്ഥലമല്ല ഉണ്ടായി. അപ്പൊ ഞങ്ങള് നേരെ ഇവിടുന്ന് അങ്ങോട്ട് മതിൽ ചാടിയിട്ടുണ്ട്. നിനക്ക് ഓർമ്മയില്ലേ? ഞങ്ങൾ ചാടിയിട്ടുണ്ട്. ഇവിടെ ഒരു കോട്ടയക്കോളം മരമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓർമ്മയിടാ? ഇവിടെ ഒരു ഗ്രൗണ്ട് വേണ്ട. ഇപ്പൊ ഈ വെക്കേഷനൊക്കെ ആകുമ്പോ പിള്ളേരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട്. കണ്ടാ ഇപ്പൊ ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ടായി പോയി. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് ചാടാൻ പറ്റൂല. അത് കാരണം അമ്മേ അതന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ ഭയങ്കര എന്റർടൈൻമെന്റ് ആവും. ചാടിയല്ലേ ചാ? ഞാൻ കൊല കൊമ്പൻ. ഇവിടെ കണ്ടാ ഞാൻ പറഞ്ഞില്ല ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന്. ഇവിടെ വലിയ മരം ഉണ്ടായിരുന്നു. അതിപ്പോ മുറിച്ചടങ്ങ്. ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ കൂടെ ഞങ്ങളന്ന് ഹിറ്ററിയുന്നു. ഇന്നിങ്ങനെ തന്നെയാണ്. അത് സുഖമായിട്ട് പോയിരുന്നു. കുറച്ചുകൂടി പോയാൽ നല്ല സൂപ്പർ പാടാട്ടാ. നല്ല അടിപൊളിയായി. ഇവിടെ ജാതിക്ക മരമൊക്കെ ഉണ്ട്. കണ്ടാ വെറുതെ നിങ്ങൾക്ക് ഇതെവിടെ സ്ഥലം എന്നറിയോ? അരനാട്ടുകര ലാലൂരി ഉള്ളൊരു ജോൺ മത്തായി സെന്റർ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അല്ലേ? അത് ആർട്സ് കോളേജ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അവിടെ എല്ലാ കോഴ്സുകളും. അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും അറിയില്ല. അത് കാരണം ഇവിടെ പണ്ട് നാടകമായിരുന്നു. ഇപ്പൊ കുറെ കോഴ്സ് ഉണ്ട്. അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും അറിയാത്ത കാരണം ഭയങ്കര ശാന്തമുള്ള ഒരു സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ്, പിന്നെ വേറൊരു ചെറിയൊരു സന്തോഷം എന്നല്ല, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ചെറിയൊരു സ്റ്റോറ്, അതായത് ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങാനൊരു പ്ലാൻ ഉണ്ട്. ഇങ്ങനെ വേണ്ടയോ ഒരു കോൺഫിഡൻസ് കുറവ്. അപ്പം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത്. നല്ല സപ്പോർട്ടൊക്കെ തരണം. നമ്മൾ അതിനു മുമ്പ് നമ്മുടെ ഇൻസ്റ്റാ പേജ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് ത്രിഫ്റ്റ് ചെയ്ത ക്ലോത്ത്സുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഇൻസ്റ്റാ പേജൊക്കെ ഫോളോ ചെയ്യുക. നല്ല സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയോട് കൂടി പ്രാർത്ഥനയും സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ ഇത് ഫ്രണ്ടിലോട്ട് പോവുള്ളൂ. അപ്പോൾ ഈ വ്ളോഗിൽ അത് ഞാൻ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ പാടെത്തിയിട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്വസ്ഥവും ശാന്തിയുമുള്ള പാടം. മറ്റേ മ്യൂസിക് പ്ലേ ചെയ്യണം. ഇവിടെ കുഞ്ഞ ബോട്ടുണ്ട്. പക്ഷെ അത് അനങ്ങാത്തൊരു ബോട്ടാണ്. ഞാനിതുവരെ ആ ബോട്ടിലൊന്നും പോയിട്ടില്ല. കാരണം പോയാൽ നമ്മൾ ചിലപ്പോൾ തിരിച്ചു വന്നു പേടിയ. തുഴയാനുള്ള ഇതൊന്നുമില്ല. പങ്കായം എന്നല്ലേ പറയാ, തുഴയാണ് ഈ സാധനത്തിന്. അങ്ങനെയുണ്ട്. നല്ല സൺസെറ്റൊക്കെ കാണാൻ പറ്റി. ശരിക്കും ഇതിന് നടുക്കായിട്ടൊരു കനാലുണ്ട്. അതിൻ്റെ ഈ വരമ്പത്തിൽ കൂടെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പാടത്തിന് നടുക്കായിട്ടൊക്കെ നമുക്ക് നടന്നു പോകാം. ഭയങ്കര സൂപ്പറാണ്. പക്ഷെ ഇപ്പോൾ വെള്ളം നിറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റാത്ത അവസ്ഥ. ഇതിപ്പോൾ ഫുള്ള് വെള്ളം പോലെയല്ലേ നിങ്ങൾ കാണുന്നത്. ശരിക്കും ഇത് ഫുള്ള് വെള്ളമൊന്നുമല്ല. ഇവിടേക്ക് അവിടം വരെയൊക്കെ നടന്നൊക്കെ പോവാം.
നല്ല സൂപ്പറായിരുന്നു. ആ ഇവിടെ വേറൊരു കനാലുണ്ട്, ഈ കനാല് കണ്ട. ഇതല്ലാണ്ട് ഞാൻ പറഞ്ഞ മീനൊക്കെ പിടിക്കാൻ ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട് ഇല്ലേ? പക്ഷെ ഇതല്ലാണ്ട് വേറെ നടുക്കത്തില്ലേ അച്ഛാ? ആ നടുക്കലുണ്ട്, നല്ല സൂപ്പർ സാധനം. അവിടെ ആയിട്ട് അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്നിട്ടാ അണക്കെട്ട് ഒരു കെട്ടിയിട്ട് പോലെ. എടി പണ്ട് ഞാനേ നീ കുഞ്ഞായിരുന്നപ്പോൾ, അതായത് നീ ഒരു അവൾക്ക് അങ്ങനെ നടക്കാനൊന്നും പറ്റില്ല, അവളെ കയ്യിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പാടത്തിൽ കൂടെ ഞാനും നേഹി വന്നിട്ടേ ഈ വഴി വന്നിട്ട് ഞങ്ങൾ ആ വഴി ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കൂടെ ഈ പാടത്തിൽ കൂടെ ഇവിടെ എത്താൻ പറ്റും. എന്നിട്ട് ഒരു പട്ടി, ഒരു വലിയ സൈസ് പട്ടി, നിനക്ക് ഓർമ്മയുണ്ടോ? അല്ല ഈ കഥ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അതറിയോ, എൻ്റെ കയ്യിലായിരുന്നു നേഹയുടെ കയ്യിലായിരുന്നു നിന്നെ എന്ന് ഓർമ്മയില്ല. ആ പട്ടിനെ കൊണ്ടുപോയി ശ്രേയനെ അവിടെ ഇട്ടിട്ട് ഞങ്ങളോടി. ഭാഗ്യത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ കുറേ അധികം ഓർമ്മകളുള്ള ഒരു പാടം തന്നെയാട്ടോ. ഇപ്പം പുല്ലൊക്കെ നന്നായി വളർന്നു, ഭയങ്കര ഹൈറ്റൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് പാമ്പ് കുത്താന്നൊന്നും പറയാൻ പറ്റില്ല. അത് കാരണം അധികം റിസ്ക് എടുത്തിട്ട് ഞങ്ങൾ അങ്ങേ അറ്റം വരെ പോയില്ല. ഇപ്പം ഒരു മൂടലൊക്കെ ഉണ്ട്, മഴ പെയ്ത് മൂടിയ കാരണം ആ സൺസെറ്റിൻ്റെ ആ ഒരു ഭംഗിയും കറക്റ്റായിട്ട് അത്ര കാണുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകാമെന്ന് വെച്ചു. നമ്മൾ മുമ്പ് അവിടെ വന്നപ്പോൾ അവിടെ പാമ്പിനെ ഇഷ്ടം പോലെ കാണാറുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോയപ്പോൾ എനിക്കൊരു ചെത്തിയുടെ ഒരു ചെടിയും കിട്ടിയിട്ടാ. നല്ല കളറ് ചെത്തി, നല്ല റെഡ് കളറായിട്ടിരിക്കുന്നുണ്ട്. കൊമ്പ് വേണോ? കൊമ്പ് എടുക്കണോ? കൊണ്ട് വെക്കാല്ലേ, നമ്മുടെ അവിടെ ഇല്ലല്ലോ. പിന്നെ എന്തൊരു കളറാ, നമ്മുടെ നാട്ടിൽ ഇത്ര കളർ ഉണ്ടാവാറില്ല. അപ്പൊ ചെയ്തി തരാമോ? ഞാൻ മൈക്കൂട്ടിരിക്കുക, നല്ല അടിപൊളി ചെത്തിയുടെ കൊമ്പ് കിട്ടി. വന്നത് മുതലായി. നമുക്കിത് വീട്ടിൽ പോയിട്ട് കുഴിച്ചിടാം. ഓക്കെ, നേരം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അതിന് ഞാൻ വിചാരിച്ച പോലെ പാടം എനിക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയില്ല, വെള്ളം കയറിയുണ്ട്. അപ്പം നേരെ തിരിച്ച് പരക്കി കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഈ മതിൽ ചാടാൻ പറ്റി കഴിഞ്ഞാൽ മതിൽ ചാടി ഊഞ്ഞാലിലൊക്കെ ഇരിക്കണത് എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ മതിലിപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഭയങ്കര വലുതായി പോയി, ചാടാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചാടാൻ പറ്റൂല അങ്ങനെ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. പീതാംബരൻ സാറ് ഇവർ പ്രാന്താണ്. നിങ്ങൾ മനസ്സിൽ പറഞ്ഞു നീ ചാടി, ഞാനത് കേട്ടു, അതുകൊണ്ട് ചാടി. അങ്ങോട്ട് ചാടാൻ പറ്റൂല, കാരണം വാ വാ ഞാൻ ഇപ്പുറത്ത് കാണിച്ചു തരാം. ഇപ്പുറത്ത് ഫുൾ ചെടിയാണ് ഗൈസ്. പിന്നെ ഞാൻ അങ്ങോട്ട് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അച്ഛനും ശ്രേയും ഒക്കെ ചാടേണ്ടി വരും. ഫുൾ ചെടിയാണ്. അവിടെ ആയിരുന്നു ഞാൻ പറഞ്ഞ ഊഞ്ഞാലും ഒക്കെ ഉള്ളത്. ഞങ്ങൾ പണ്ട് അവിടെയൊക്കെ ഊഞ്ഞാലൊക്കെ ആടേലും. അവിടെ നിന്നൊരു പട്ടിസാറ് വരുന്നുണ്ട്. ആരാണ് മതിൽ കയറി ഇരിക്കണമെന്നാണ് ചോദിക്കണേ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം കേട്ടോ. ചെത്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, കെട്ടിയാൾ വരൂ, കൊണ്ടുപോകും. ഒരു സാധനം കെട്ടിയാ ഇറക്കണ്ടേ, എങ്കിലും ഇറങ്ങൂ. എൻ്റെ ചെത്തി. അപ്പോൾ ഓക്കെ, ആ ഒരു പൂതിയും തീർന്നു ഗൈസ്. അപ്പേ ഞാനും ശ്രേയം കൂടി ഓട്ട മത്സരം. അയ്യോ ആരാ ജയിക്കാൻ നോക്കാട്ടാ. ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക. അങ്ങോട്ട് തിരിഞ്ഞാ അപ്പുറത്തേക്ക് നിൽക്ക് കാണണ്ട. അവിടെ നിന്ന് വരണ കണ്ടാൽ മതി. ആ എന്നാ പറയട്ടെ. റെഡി, 1
2 3 സ്റ്റാർട്ട്. അതിൽ നമ്മുടെ വീടെത്തി. ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. നേരത്തെ ഞാൻ ഒന്നുകൂടി അവസാനിപ്പിച്ചാണ്. അപ്പം നമ്മുടെ പടി കണ്ടപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച ഓട്ട മത്സരം നടത്തിയില്ല, ജയിക്കദേശം. അപ്പം ഇപ്പം നിങ്ങളുടെ നമ്മുടെ ഈ കുഞ്ഞി വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുവരെ ബൈ. ഞാൻ പോയിട്ട് വെള്ളം കുടിച്ചിട്ട് വരാം.